ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചേമ്പിൻ തണ്ട് തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പറമ്പിലൊക്കെ നോക്കിയപ്പോൾ ചേമ്പിൻ്റെ തണ്ടൊക്കെ ഉണങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങിയല്ലോ. അപ്പോൾ ഈ തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഒരു തോരൻ വെക്കാമെന്ന് വെച്ചു. ഇത് ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അത് നല്ല അത്യാവശ്യം റീച്ചൊക്കെ കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ അതിൽ സൗണ്ട് കുറവാണ്, മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി ചെയ്യുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് അതന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചേമ്പിൻ തണ്ടൊക്കെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചീകിയിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ട് ഏകദേശം ഒക്കെ വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞാൽ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചേമ്പിൻ തണ്ട് കിട്ടില്ല. അപ്പോൾ ഞാനിത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്താൽ എളുപ്പമുണ്ട്. കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ഒന്നായിട്ടാണ് അരിഞ്ഞാൽ മതി. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കാരണം നമുക്കിത് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത റെസിപ്പി തന്നെയാണ്, പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അതേപോലെ ചെയ്താലും കുഴപ്പമില്ല, ഇതുപോലെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലോട്ട് ഈ കട്ട് ചെയ്തെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇലയും കൂടി കൂട്ടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ ചെരുവിയതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അത്ര തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് എരിവുള്ള മുളകാണ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് കുറച്ച് അരി, അതായത് നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ മട്ട അരിയാണ് വെക്കാറ് ചോറ്. അപ്പോൾ മട്ട അരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഏത് അരിയാണോ ചോറ് വെക്കുന്ന അരി, പുഴുങ്ങലരി വിട്ടിട്ടുള്ളത്, അതായാലും ഏതിട്ടാലും കുഴപ്പമില്ല. റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന അരിയാലും കുഴപ്പമില്ല. എന്തായാലും ചോറ് വെക്കുന്ന അരി ഇട്ട് കൊടുക്കുക, പച്ചരി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് ഈ എണ്ണയിൽ കിടന്ന് ഇങ്ങോട്ട് വീർത്ത് വരുന്നതുപോലെ ആ സമയത്ത് നമുക്ക് അത്രയും അളവിൽ, അതായത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നും അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് വറവാവണം. അരി ഏകദേശം ഒന്ന് വറവാവുന്ന സമയത്താണ് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കേണ്ടത്. രണ്ടും ഒരേ അളവിലിട്ട് കൊടുത്താൽ മതി കേട്ടോ. രണ്ടും ഞാൻ 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉഴുന്നും നല്ലപോലെ ഒന്ന് മൂക്കുന്ന സമയത്ത് നമുക്കിതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഈ അരിയിൽ കിടന്നിട്ട് വേകുമ്പോൾ നല്ല ഒരു സ്മെല്ലൊക്കെ വരും, നല്ലൊരു ഫ്ലേവറും കിട്ടും ഈ എണ്ണയിൽ കിടന്ന് മൂക്കുന്ന സമയത്ത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ വറ്റൽമുളക് ചെറുതായിട്ട് 2-3-4 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 2 ഇട്ട് കൊടുക്കാം. അതും കൂടി ഈ എണ്ണയിൽ കിടന്നിട്ടൊന്ന് മൂക്കട്ടെ. ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഈ എണ്ണയിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കാരണം ഇതിൽ നമുക്ക് ചേമ്പിൻ തണ്ടൊക്കെ ഇട്ട് വെച്ചാൽ ലാസ്റ്റിക്ക് വരുമ്പോൾ നമ്മുടെ അരിയൊക്കെ കുതിർന്നു പോകും. അപ്പോൾ നമ്മൾ ലാസ്റ്റിക്ക് ഇത് ചേർക്കുമ്പോൾ ഈ അരിയുടെ ഒരു നല്ല ഒരു കറുമുറ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ക്രിസ്പി പോവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് തിന്ന് മാറ്റാം. ഞാൻ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ആ എണ്ണയിലോട്ട് തന്നെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടട്ടെ. നല്ല ചൂടുള്ള എണ്ണയാണ്, അപ്പോൾ കടുക് പെട്ടെന്ന് തന്നെ പൊട്ടി കിട്ടും. അപ്പോൾ കടുക് പൊട്ടുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ചേമ്പിൻ തണ്ട് ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് വെച്ച, അതിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ചേമ്പിൻ തണ്ട് ഇട്ട് കൊടുക്കാൻ. ഉടൻ തന്നെ നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അല്ലെങ്കിൽ കുറച്ച് 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം മിക്സ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം അടച്ച് വെക്കുകയാണ്. അടച്ച് വെച്ചതിന് ശേഷം 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം തുറന്നിട്ടാണ് മിക്സ് ചെയ്യുന്നത്. കാരണം അപ്പം തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അടിഭാഗത്തൊക്കെ നല്ലൊന്ന് വേവുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്ലെയിം ഫുള്ളിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് വാടിപ്പോവും. വാടിപ്പോയാൽ ചേമ്പിൻ തണ്ടാണ് ചൊറിയാൻ ചാൻസ് കൂടുതലാണ്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ചൊറിയാറില്ല. ഇങ്ങനെ നമ്മൾ 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടിക്കൊന്നും പിടിക്കില്ല. പിന്നെ പുതിയ മൺചട്ടിയൊക്കെ ആണെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ. ഇതിൻ്റെ പഴയതായതുകൊണ്ട് അങ്ങനെ അടിക്ക് പിടിക്കാറില്ല. അപ്പോൾ ഇടയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അടച്ചു വെക്കുക, ഇളക്കി കൊടുക്കുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ മതി.
അപ്പോൾ നമുക്കൊരു 5-6 പ്രാവശ്യം ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ താന്ന് വരുന്നത് കാണാം. ചേമ്പുന്തണ്ട് എത്ര കൂടുതലുണ്ടാക്കിയാലും ലാസ്റ്റ് കുറച്ചേ കാണുള്ളൂ. അപ്പോൾ അത് കണ്ടോ കുറേ അടിയിലോട്ട് പോയി. ഇനി ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ലാസ്റ്റിക്ക് ഞാനൊരു 15 മിനിറ്റോളമായി. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ കിടന്നിട്ട് അങ്ങോട്ട് വെച്ചതായിരുന്നു. മൺചട്ടി ആകുമ്പോൾ നല്ല ചൂടുണ്ടാവുമല്ലോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച അരിയും ഉഴുന്നും ഉള്ള മിക്സ് ഉണ്ടല്ലോ, വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഉള്ള, അതിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചേമ്പുന്തണ്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറമ്പിലും കാണും ഇതുപോലെ ഉണങ്ങിപ്പോകുന്ന ചേമ്പുന്തണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് ഇതുപോലെ തോരൻ വെച്ച് നോക്കുക എല്ലാവരും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി.